അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു മാത്സിലെ നമ്പർ സിസ്റ്റത്തിലെ ഒരു ഷോർട്ട് കട്ട് വെച്ച് തുടങ്ങുകയാണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെ ബേസ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണു, ഇന്ന് ഫസ്റ്റ് ഒരു വീഡിയോ, ആദ്യത്തെ വീഡിയോ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ടാണ്. സോ നമ്മൾ എഴുതുക, നിങ്ങൾ ജസ്റ്റ് നോക്കിയിരിക്കുക, അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നോട്ട്സ് എഴുതുക, അതായിരിക്കും നല്ലത്. സോ നമുക്കൊരു ബേസിക്കായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന നമ്പറാണ് 48 അല്ലേ, 48 × 5. സോ നമുക്ക് ആ ഒരു നമ്പറാണുള്ളത് അല്ലേ, 48 × 5. നമുക്ക് നോർമലി ഈ 48 × 5 എന്ത് വരും നിങ്ങൾ നോക്കി. 48 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് നോർമൽ ചെയ്യണത് സാധാരണ നമ്മൾ താഴെ 5 ഇട്ടിട്ടില്ലേ, താഴെ 5 ഇട്ടിട്ട് താഴെ ഗുണിച്ച് 8 5 40 ഇഷ്ടം 4 5 4 24 ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് സമയം ഇവിടെ പോകും. നോക്കി താഴെ എഴുതുക ഇതൊക്കെ നമുക്ക് ഒരുപാട് ടൈം പോണ പരിപാടിയല്ലേ. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യണില്ല. ഇതിന് പകരം നമ്മൾ ചെയ്യുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. ഈ 48ൻ്റെ പകുതി എടുക്കുക. എത്ര 48ൻ്റെ പകുതി നമ്മൾ എടുക്കുമ്പോൾ വാല്യൂ വരിക നിങ്ങൾ ആലോചിച്ച് നോക്കി. 48ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ താഴെ ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ചെയ്യാൻ 2 4 പകുതി എടുത്തു വെച്ചല്ലോ. ഞാൻ ചെയ്യണത്രേ ഉള്ളൂ, ഒരു 0 കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ എത്രയായി ആൻസർ? 2 4. ആൻസർ എന്ത് വന്നു നമുക്കിവിടെ? 240 അല്ലേ, 240 ആണ് നമുക്കിവിടെ ആൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ 48 × 5 നിങ്ങൾ ചെയ്യുമ്പോൾ പകുതി 0. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് ഈസിയാണ്. നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും ഇത് വെച്ച് ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞു, പകുതി 0 എന്ന് പറഞ്ഞു. നമുക്ക് മറ്റൊരു നമ്പർ എടുക്കാം. നമുക്ക് 24 എടുക്കാം അല്ലേ. ഈ 24 നമുക്ക് എന്താണ് 5 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 24 × 5 എത്ര? 24 × 5 എത്ര വരും? 24 × 5. 24ൻ്റെ പകുതി എടുത്തു 12. 12 ഒരു 0 ചേർത്ത് കൊടുത്തു 120. എന്തിനാണ് നമ്മൾ 5 പേരുടെ ശരാശരി വയസ്സെന്നൊക്കെ പറയും എക്സാമിന്, അല്ലെങ്കിൽ ആവറേജ് ഏജ് ഓഫ് 5 സ്റ്റുഡൻസ് ഈസ് 24 എന്ന് പറയും. എന്നിട്ട് അതിലൊരാൾ വന്നു പോയി എന്ന് പറയുമ്പോൾ 24 × 5 കുറച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമാണ്. ഇത് മാത്രമല്ല, നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഭിന്നസംഖ്യയുടെ ക്വസ്റ്റ്യനൊക്കെ വരും. 14/3 + 7/5 ഇത് ക്രോസ് ആയിട്ട് ഗുണിക്കാനുണ്ടാവും. ഞാൻ പലപ്പോഴും ഇപ്പോൾ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും അല്ലേ. 14 5 നമുക്ക് എത്ര വരും? ഈസിയാണ്, നമുക്ക് ഇപ്പോൾ ഈസിയാണ്. 14 × 5 14 × 5 14ൻ്റെ പകുതി 7 70 70 ആൻസർ വന്നു. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ഷോർട്ട് കട്ടിൻ്റെ ഒരു ഈസിനെസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് നമ്പർ ഒന്ന് എടുത്ത് നോക്കാം. വലിയ നമ്പർ അല്ലേ 24. നമ്മൾ ചെറിയ നമ്പർ നമുക്ക് 12 × 5 60 പറയാം. 12 എടുത്ത് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാലോചിക്കുന്നത്രേ ഉള്ളൂ. ഏത് നമ്പർ നമുക്ക് ചെയ്യാം. 12 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആട്ടത്. ബാക്കി എല്ലാ നമ്പറും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം പഠിച്ചു വെച്ചാൽ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ചില സ്ഥിരമായിട്ട് ചോദിക്കുന്ന നമ്പർ നമ്മൾ 5 15 25 ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ എന്തായാലും 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വലിയൊരു നമ്പർ ആലോചിച്ച് നോക്കി. വലുതെന്ന് പറയുമ്പോൾ നമുക്കൊരു 64 ആലോചിച്ച് നോക്കാം അല്ലേ. 64. നിങ്ങൾ എന്ന് ആലോചിച്ചിട്ടൊന്ന് നോട്ടിൽ ഒന്ന് എഴുതിക്കുക. ജസ്റ്റ് 64. നിങ്ങൾ എന്താ എഴുതുന്നത് വെച്ചാൽ 64 × 5. 64 × 5 എന്താ വരിക? നിങ്ങൾ എഴുതി വെച്ചേ. 64 × 5 എന്ന് പറയുമ്പോൾ എന്ത് വരും വാല്യൂ? 64ൻ്റെ പകുതി എടുത്താൽ മതി. എത്ര 64ൻ്റെ പകുതി? 32. ഒരു 0 ചേർത്ത് കൊടുത്തു, ആൻസറായി 320 ആയില്ലേ. 64ൻ്റെ പകുതി 32. ശരി തന്നെയാണ്. 3 2 32 320. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ചില വാല്യൂസ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നതൊക്കെ ഈസി ആയിട്ട്. ഇപ്പോൾ 36 നമുക്ക് പറയാം. നോക്കി 36 × 5 36ൻ്റെ പകുതി 18 18 0. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നും, നമ്മളീ പറഞ്ഞ എല്ലാം ഇത് അപ്ലിക്കബിൾ ആണെന്നുള്ളത്. എല്ലാ വാല്യൂം ചെയ്യാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ചില സംഖ്യകൾ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പർ അല്ലേ. ഈവൻ നമ്പറിൻ്റെ കേസിൽ പകുതി എടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറയാം. 18ൻ്റെ പകുതി 9, 24ൻ്റെ പകുതി 12, 36ൻ്റെ പകുതി 18. വലിയ നമ്പർ ആയാലും കുഴപ്പമില്ല. 124. ഇപ്പോൾ 124 × 5 നമുക്ക് ചെയ്യാം. 124 × 5 ഇത് നമുക്ക് ചെയ്യാം. എത്ര 124ൻ്റെ പകുതി? നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പറയാം 6 അല്ലേ 2 0 620 പെട്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചില നമ്പറുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാര്യം ഒറ്റ സംഖ്യ വരുമ്പോഴാണ്.
അപ്പോൾ അതിനൊരു വാല്യൂ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വാല്യൂ 45 × 5 എന്ത് വരും? നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്കിയേ. 45 × 5 എന്താ വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 45 × 5 എന്ത് വരും? ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് എങ്ങനെ ചെയ്യാം? 45 × 5 ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യണ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. 45ൻ്റെ പകുതി എടുക്കത്തില്ല. നമ്മളതിന് പകരം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തൊട്ട് പിന്നിൽ 45നേക്കാളും 1 കുറവുള്ള 44ൻ്റെ പകുതി എടുക്കും. അങ്ങനെയാണ് 45നേക്കാൾ തൊട്ട് പിന്നിൽ 44ൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കാൻ പോകണം. മറ്റേത് ഇരട്ട സംഖ്യയാണ്, ഈസി ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. 44ൻ്റെ പകുതി, 45ൻ്റെ പകരം 44ൻ്റെ പകുതി എടുത്തു. എത്ര 44ൻ്റെ പകുതി വരിക? 44ൻ്റെ പകുതി വരിക 22ആണ്. നമ്മൾ എന്ത് ചോദിച്ചാൽ ഈ 22ൻ്റെ ഒപ്പം 0 അല്ല ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 5 കൂടി ചേർത്ത് കൊടുത്തു. ഇതാണ് ആൻസർ വരിക. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? ഒന്നുകൂടി നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. 45 × 5 നമ്മൾ ചെയ്തത്രയേ ഉള്ളൂ. 45ന് പകരം 44ൻ്റെ പകുതി എടുത്തു. എത്ര 44ൻ്റെ പകുതി എടുത്തപ്പോൾ കിട്ടിയത്? 22 അല്ലേ? 22 നമ്മൾ എടുത്തു വെച്ചു. ഈ 22ന് ഒരു 0 അല്ല 5 ചേർത്ത് കൊടുത്തു. 5 ചേരാൻ കാരണം നമ്മൾ ഒറ്റ സംഖ്യ ആയതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് പല കേസിൽ പല പല നമ്പറുകൾ വരും. നമുക്കൊന്ന് എടുത്തു നോക്കാം. നമുക്ക് വലിയ നമ്പർ ഒരു 67 × 5 വലിയ നമ്പറാണ്. 67 എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കണം? ഒറ്റ സംഖ്യ ആകുമ്പോൾ തന്നെ നമുക്ക് പകുതി എടുക്കാൻ പ്രശ്നമുള്ള നമ്പറാണ്. അപ്പോൾ പകുതി എടുക്കാൻ പ്രശ്നമുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്തു? തൊട്ട് പിന്നിൽ 66ൻ്റെ പകുതി എടുത്തു. 66ൻ്റെ പകുതി 33ന് ഒരു 5 ചേർത്ത് കൊടുത്തു. എളുപ്പമല്ലേ? നോക്കി നോക്കി. 67 എന്ന് പറയുമ്പോൾ 66, 66ൻ്റെ പകുതി 33, 33 5. സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. ഞാൻ വേറൊരു നമ്പർ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. നമ്പർ തന്നെ 29ആണ്. 29. 29 × 5. 29 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡിൽ 29 എന്ന് പറയുമ്പോൾ 28, 28, 28, 28, 28 ആലോചിച്ചാൽ മതി. 8ൻ്റെ പകുതി 14. നോക്കി 29 എന്ന് പറയുമ്പോൾ 28ൻ്റെ പകുതി 14, 14 145. നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞ നമ്പർ 17 × 5. 17 എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ കണക്ട് ചെയ്യണം? 17 എന്ന് പറയുമ്പോൾ 16നെ കണക്ട് ചെയ്യുക. 16ൻ്റെ പകുതി എത്രയാണ്? 8, 8, 8, 5. ആൻസർ ഈസി ആയി. നമുക്ക് വേറെ നമ്പർ നോക്കാം. 23. 23 × 5 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 23 22 ആലോചിച്ച് നോക്കുക. 22ൻ്റെ പകുതി എത്ര വരും? 11 5 115. ഏത് നമ്പർ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒപ്പം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം കേട്ടോ. നിങ്ങൾക്കൊരു വർക്ക് ഞാൻ തരാം. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 1 to 100ൻ്റെ ഇടയ്ക്കുള്ള ഏത് നമ്പർ വേണമെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. പകുതി എടുക്കാൻ അറിയണം കേട്ടോ. ഒറ്റ സംഖ്യയാണ് തൊട്ട് പിന്നിലെ നമ്പർ എടുത്തിട്ട് 5 ചേർത്ത് കൊടുക്കുക. ഇരട്ട സംഖ്യയാണ് അതേപോലെ എടുത്ത് 0 ചേർത്ത്. അതല്ല നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 48 ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന നമ്പർ നോക്കി നോക്കിയേ. ഇപ്പോൾ ഒരു 82 വിചാരിക്കുക. 82 ഇരട്ട സംഖ്യയല്ലേ? നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. 41 0. ഏതെങ്കിലും നിങ്ങൾക്ക് റാൻഡം ആയിട്ടുള്ള നമ്പറുകൾ എടുക്കാം. അതേപോലെ നിങ്ങൾ എടുക്കുന്ന നമ്പർ ചിലപ്പോൾ ഇതായിരിക്കും. എന്താ പറയുക? ഒരു മേ ബി സപ്പോസ് ഒരു 39 ആയിരിക്കാം. 39 × 5. 39 പറയുമ്പോൾ ശരിക്കും ഒറ്റ സംഖ്യ പകുതി എടുക്കാൻ പ്രശ്നമാണ്. 38 നമുക്ക് അറിയാം. 19 ആണ് 32ൻ്റെ പകുതി 195. ഇങ്ങനെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു വർക്കായിട്ട് ചെയ്ത് നോക്കുക. ഇതാണ് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ ഇത് മുഴുവൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു നമ്പർ സിസ്റ്റത്തിലെ ബേസിക് വീഡിയോ ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.